കരാർ പുതുക്കാത്തതിനെ തുടർന്ന് പുനലൂർ ത്രിവേണി ഔട്ട്ലെറ്റ് കാർഷിക വികസന ബാങ്ക് അധികൃതർ തുറക്കാൻ അനുവദിച്ചില്ല. വ്യാഴാഴ്ച രാവിലെ ഔട്ട്ലെറ്റ് തുറക്കാനായി ജീവനക്കാർ എത്തിയപ്പോഴാണ് തടസ്സവാദവുമായി ബാങ്ക് അധികൃതരും എത്തിയത്. പുനലൂർ പുതിയിടത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപം പ്രവർത്തിക്കുന്ന കാർഷിക വികസന ബാങ്കിൻ്റെ 1-ാം നിലയിലാണ് ത്രിവേണി പ്രവർത്തിക്കുന്നത്. സഹകരണ വകുപ്പിൻ്റെ തന്നെ കൺസ്യൂമർ ഫെഡിൻ്റെ നിയന്ത്രണത്തിലാണ് ത്രിവേണി ഔട്ട്ലെറ്റുകൾ പ്രവർത്തിക്കുന്നത്. 2009 ബാങ്കുമായി കരാർ തയ്യാറാക്കി ത്രിവേണിയുടെ പ്രവർത്തനം ആരംഭിച്ചത്. കരാർ കാലാവധി കഴിഞ്ഞ നിരവധി നാളുകൾ പിന്നിട്ടിട്ടും പുതുക്കുവാനോ വാടക പുനർനിർണയിക്കുവാനോ ത്രിവേണി അധികൃതർ തയ്യാറായില്ല. നിരവധി തവണ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ 2022 ഡിസംബറിൽ 2000 സ്ക്വയർ ഫീറ്റ് മാത്രം ഏറ്റെടുത്തുകൊണ്ട് ത്രിവേണി കരാർ പുതുക്കി. എന്നാൽ ഈ കരാർ അവസാനിച്ചിട്ടും പുതിയത് തയ്യാറാക്കുവാനും അധികൃതർ തയ്യാറായില്ല. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന് ചൂണ്ടിക്കാട്ടി വ്യാഴാഴ്ച രാവിലെ ഔട്ട്ലെറ്റ് തുറക്കുവാൻ അധികൃതർ സമ്മതിക്കാതിരുന്നത്. The agreement shall be renewed as per the mutual consent of January. അപ്പോൾ ജനുവരി 1 മുതൽ എഗ്രിമെൻ്റ് ഇല്ലാതാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കും. നമ്മളെന്തോ വാടക കണ്ടായിരുന്നു? വാടക സ്ക്വയർ ഫീറ്റ് 10 രൂപ. അതായത് തന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മൊത്തത്തിൽ എത്ര വാടക വരുന്നത്? വാടക മൊത്തം എത്ര വരുന്നത്? ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നത് അതായത് 5000 സ്ക്വയർ ഫീറ്റ് സ്ഥലമുണ്ട്. അതിനകത്ത് 3000 സ്ക്വയർ ഫീറ്റ് ഒഴിവാക്കിയിട്ടാണ്. ഒരു മാസം 2000 സ്ക്വയർ ഫീറ്റ് വാടക ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് 24,216 രൂപയാണ് നമ്മൾ വാടക മാസം വാടക ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ 5000 സ്ക്വയർ ഫീറ്റ് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഒഴിവിട്ടിരിക്കുന്ന ഭാഗമേ നമുക്കാരും കൊടുക്കാൻ പറ്റുന്നില്ല. അതിന് 3 വർഷമായിട്ട് നമ്മുടെ ഈ ഭാഗം ഇവരിപ്പോൾ വന്നിട്ട് എത്ര വർഷമായി? ഇവർ വന്നിട്ട് 2007 തൊട്ടുണ്ടല്ലോ. 2008 ആരംഭിച്ചോ അന്നോട്ടുണ്ട്. പക്ഷേ നമുക്ക് അന്നോട്ട് 10 രൂപ കിട്ടും. നമ്മൾ വാടക വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇടയ്ക്കൊരു തവണ വലിയ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ടാണ് വാടക വർദ്ധിപ്പിച്ചത്. കൂടുതലുള്ളത്. അതിനുശേഷം ചർച്ച നടന്നത് നമുക്ക് സ്വീകാര്യമല്ലാത്തതുകൊണ്ട് അവർ ക്ലോസ് ചെയ്തുകൊണ്ട് അപ്പം നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ ബൈക്കൊന്നും തരാനൊട്ടുന്ന ഇത് ഇതിലും കാര്യങ്ങൾ കാര്യമില്ലേ. എനിക്കൊരു കോപ്പി തരണം. ഇതെല്ലാം ഒരു കോപ്പി. നിലവിൽ 18 ലക്ഷത്തോളം രൂപയുടെ സാധനങ്ങളാണ് ത്രിവേണിയിലുള്ളത്. 5 ജീവനക്കാരും ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. സംഭവത്തെ തുടർന്ന് ഉച്ചയോടെ കൊല്ലത്ത് നിന്നും കൺസ്യൂമർ ഫെഡിൻ്റെ ഉദ്യോഗസ്ഥരെത്തി ബാങ്ക് അധികൃതരുമായി ചർച്ച ചെയ്ത ശേഷമാണ് ഔട്ട്ലെറ്റ് തുറക്കാനായത്. ത്രിവേണി പ്രവർത്തിക്കുന്ന കാർഷിക വികസന ബാങ്കിൻ്റെ 1-ാം നില 5030 സ്ക്വയർ ഫീറ്റാണ്. ആദ്യ കരാറിൽ 1-ാം നില പൂർണ്ണമായും ഏറ്റെടുത്തുകൊണ്ടാണ് ത്രിവേണിയുടെ പ്രവർത്തനം ആരംഭിച്ചത്. എന്നാൽ അടുത്ത കരാറിൽ 2000 സ്ക്വയർ ഫീറ്റ് മാത്രമായിരുന്നു ത്രിവേണി ഏറ്റെടുത്തത്. ബാക്കിയുള്ള ഭാഗം പുതിയതായി വാടകയ്ക്ക് നൽകുന്നതിനോ മറ്റ് സ്ഥാപനങ്ങളോ ഓഫീസുകളോ പ്രവർത്തിക്കുന്നതിനോ കഴിയാത്ത അവസ്ഥയാണ് നിലവിലുള്ളതെന്ന് ബാങ്ക് അധികൃതർ പറയുന്നു. സെപ്റ്റംബർ 30 വരെ ത്രിവേണി ഔട്ട്ലെറ്റ് പ്രവർത്തിക്കുകയും തുടർന്ന് പ്രവർത്തനം അവസാനിപ്പിക്കാനുമാണ് നിലവിൽ ധാരണയായിട്ടുള്ളത്. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.